ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായിരിക്കുന്ന നാമത്തിന് മഹത്വമുണ്ടാകുവാനിടയാകട്ടെ. അനുഗ്രഹിക്കപ്പെട്ട നല്ല സമയത്തിനായി കർത്താവിനെ സ്തുതിക്കുന്നു, വാഴ്ത്തുന്നു. ദൈവത്തിൻ്റെ വചനം, പരിശുദ്ധാത്മാവിൻ്റെ ദൂത് നമ്മുടെ ഹൃദയത്തിന്, നമ്മുടെ ആത്മീയ ജീവിതത്തിന് ബലം നൽകത്തക്ക നിലയിൽ, പ്രത്യാശ വർദ്ധിക്കത്തക്ക നിലയിൽ കർത്താവ് തൊടുന്ന, പരിശുദ്ധാത്മാവ് തൊടുന്ന അനുഗ്രഹിക്കപ്പെട്ടൊരു ദിവസമായി തീരുവാൻ ഇടയാകട്ടെ. വചനം കേൾക്കുന്ന ദൈവമക്കൾക്ക് യേശുവിൻ്റെ നാമത്തിൽ സ്നേഹവന്ദനത്തെ അറിയിക്കുന്നു. ഫിലിപ്പിയർ ലേഖനം 4:19 എൻ്റെ ദൈവമോ നിങ്ങളുടെ ബുദ്ധിമുട്ടൊക്കെയും മഹത്വത്തോടെ തൻ്റെ ധനത്തിനൊത്തവണ്ണം ക്രിസ്തുയേശുവിൽ പൂർണ്ണമായി തീർത്തു തരും. നമുക്ക് വളരെ പരിചയമുള്ളൊരു തിരുവെഴുത്തിൻ്റെ ഭാഗം. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ഹൃദയതലങ്ങളിലേക്ക് ആഴമായി പകരുന്ന ദൂത്. ഇവിടെ ധന്യനായിരിക്കുന്ന പൗലോസ്ലീഹ ജനത്തിൻ്റെ ബുദ്ധിമുട്ട് തിരിച്ചറിഞ്ഞിരിക്കുക. പരിശുദ്ധാത്മാവ് വെളിപ്പെടുത്തി കൊടുത്തിരിക്കുക. നിങ്ങളുടെ ബുദ്ധിമുട്ട്, ജനം ബുദ്ധിമുട്ടുന്നു, ആ ഒരു തലം പൗലോസിൻ്റെ ഹൃദയത്തിൽ പരിശുദ്ധാത്മാവ് തൊടുന്നു. ദൈവത്തിൻ്റെ പൈതലേ, ദൈവത്തിൻ്റെ ശബ്ദമിതാ, ആഴമേറിയ കർത്താവിൻ്റെ ദൂതിതാ. ജീവിതത്തിൻ്റെ തലങ്ങളിൽ ഇപ്രകാരം ജീവിതത്തിൽ അനുഭവിക്കുന്ന പ്രയാസങ്ങൾ, ജീവിതത്തിൽ ചില മേഖലകളിൽ കടന്നുപോയിക്കൊണ്ടിരിക്കുന്ന ബുദ്ധിമുട്ടുകൾ, അത് പലരും തിരിച്ചറിയുന്നില്ല, പലരും ഗ്രഹിക്കുന്നില്ല, പലർക്കും അത് മനസ്സിലാക്കുവാൻ കഴിയുന്നില്ല. വാസ്തവമല്ലേ, യാഥാർത്ഥ്യമല്ലേ ദൈവത്തിൻ്റെ ദൂത്? പുറമേ നോക്കുമ്പോൾ യാതൊരു കുഴപ്പമില്ല, പുറമേ നോക്കുമ്പോൾ മനുഷ്യൻ വിധി കൽപ്പിക്കുന്നു, പുറമേ നോക്കുമ്പോൾ അകത്തളങ്ങളിലെ പ്രയാസങ്ങൾ അറിയുന്നില്ല, അകത്തളങ്ങളിലെ ബുദ്ധിമുട്ട് അറിയുന്നില്ല, ശൂന്യത അറിയുന്നില്ല. ദൈവത്തിൻ്റെ പൈതലേ, ഇപ്രകാരം കടന്നു പോകുന്ന സാഹചര്യത്തിൽ നോക്കി പരിശുദ്ധാത്മാവിന് ദൂത് വെളിപ്പെടുത്താനുണ്ട്, ദൈവത്തിന് സംസാരിക്കാനുണ്ട്. ബുദ്ധിമുട്ടിനെക്കുറിച്ച് പൗലോസ് ഓർമ്മപ്പെടുത്തുമ്പോൾ അതിനകത്ത് വഴിയും അതരത്തിൽ നിന്ന് പുറപ്പെടുവിക്കുന്ന ആ വാക്യം വളരെ അനുഗ്രഹിക്കപ്പെട്ട വാക്യം. പരിശുദ്ധാത്മാവ് ശക്തവും ആഴമായി ഇന്ന് ദൂതനകത്ത് നടപെടുക. ദൈവത്തിൻ്റെ പൈതലേ, ഏതൊക്കെ മേഖലകളിൽ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നുണ്ട്, ഏതൊക്കെ ജീവിതത്തിൻ്റെ തലങ്ങളിൽ പ്രയാസങ്ങൾ അനുഭവിക്കുന്നുണ്ട്? സാമ്പത്തിക തലങ്ങളിലാണോ? ആരോഗ്യ മേഖലകളിൽ ബുദ്ധിമുട്ട് അനുഭവിക്കുകയാണോ? തലമുറയെ ചൊല്ലി ആ വലിയ പ്രയാസം അതൊരു ബുദ്ധിമുട്ടായി മാറിയിരിക്കുകയാണോ? ജീവിതത്തിൽ കൂടാരത്തിൻ്റെ തലങ്ങളിൽ ഏതൊക്കെ ബുദ്ധിമുട്ടുകൾ ജീവിതത്തിൽ അനുഭവിക്കുന്നുണ്ട്? ആ ഒരു തലമാണോ ജീവിതത്തിൽ? ഇന്ന് പരിശുദ്ധാത്മാവിൻ്റെ ശബ്ദം, ദൈവത്തിൻ്റെ ആഴമേറിയ ദൂത്, അത് മാറും, അത് പൂർണ്ണമായി മാറും. ദൈവം വാക്ക് തരുക, സ്വർഗം വാക്ക് തരുക. ഇവിടെ അതല്ലേ വ്യക്തമാക്കുന്നത്? ജീവിതത്തിൻ്റെ സാഹചര്യം നോക്കിയാൽ, അവസ്ഥ നോക്കിയാൽ മാറത്തില്ല. കഴിഞ്ഞ കാലങ്ങളിലൊന്നും മാറത്തില്ല, ഇനി വരാനുള്ള കാലങ്ങളിൽ മാറത്തില്ല. ആണ്ടുകൾ കഴിഞ്ഞാലും ഈ ബുദ്ധിമുട്ടുകൾ മാറത്തില്ല. അതല്ലേ ജീവിതസ്ഥിതി, അതല്ലേ ജീവിതത്തിൻ്റെ അവസ്ഥ പരിശുദ്ധാത്മാവ് ചൂണ്ടിക്കാണിക്കുന്നു. എന്നാൽ ദൈവത്തിൻ്റെ ശബ്ദവിധ അത് പൂർണ്ണമായി ദൈവം മാറ്റാൻ പോവുക. അത് പൂർണ്ണമായി ദൈവം ആ പ്രയാസത്തെ, ആ ബുദ്ധിമുട്ടിനെ പരിഹരിക്കുന്ന കർത്താവിൻ്റെ വഴികളുണ്ട്. അതുകൊണ്ട് പൗലോസ് പറയുക, ദൈവമോ നിങ്ങളുടെ ബുദ്ധിമുട്ട് മഹത്വത്തോടെ തൻ്റെ ധനത്തിനൊത്തവണ്ണം ക്രിസ്തുയേശുവിൽ പൂർണ്ണമായിട്ടങ്ങ് തീർത്തു തരും. എങ്ങനെ തരും? കർത്താവിലങ്ങ് തീർക്കും. യേശു ക്രിസ്തുവിലങ്ങ് പൂർണ്ണമായിട്ടങ്ങ് തീർത്തു തരും. ദൈവത്തിൻ്റെ പൈതലേ, വഴിയില്ല എന്നോർത്തു, വാതിലില്ല എന്നോർത്ത് ഭാരപ്പെടേണ്ട. വചനം അതുപോലെ തന്നെ വിശ്വസിച്ചു. എങ്ങനെ തീർക്കുമെന്ന വചനം പറയുന്നത്? ലോൺ എടുത്തോ, വ്യക്തികൾ കടം തന്നോ, ഇങ്ങനെയൊന്നും തീർക്കുന്നല്ല കർത്താവ് പറഞ്ഞത്. ക്രിസ്തുയേശുവിൽ പൂർണ്ണമായി തീർത്തരും. കണ്ണടച്ച് ഈ ദൂതങ്ങ് വിശ്വസിക്കട്ടെ. കർത്താവിൻ്റെ കരങ്ങളിൽ ഇന്ന് നോക്കുമ്പോൾ ദൈവത്തിൻ്റെ പൈതലേ, ഒരു വഴി കാണുന്നില്ല, ഒരു വാതിൽ കാണുന്നില്ല, എൻ്റെ പ്രയാസത്തെ നീക്കുന്ന ഒരു മുഖാന്തരത്തെ ഞാൻ കാണുന്നില്ല. പക്ഷെ ഇന്ന് ദൈവത്തിൻ്റെ ശബ്ദം ആഴമായി ഏറ്റെടുക്കട്ടെ. ക്രിസ്തുയേശുവിൽ എൻ്റെ ദൈവം പൂർണ്ണമായി തീർത്തു തരും. എൻ്റെ ദൈവം
പൂർണ്ണമായി തീർത്തു തരും. അങ്ങനൊരു ജീവിതമുണ്ടെന്നേ, അങ്ങനൊരു ജീവിത സ്ഥിതിയിലേക്കാണ് ദൈവം നടത്താൻ പോകുന്നത്. അകത്തളങ്ങളിലെ ബുദ്ധിമുട്ട് ആരും അറിയുന്നില്ല, ചേർന്ന് നിൽക്കുന്നവരറിയുന്നില്ല. ദൈവത്തിൻ്റെ വയതിലെ കൂടെ ഇരുന്ന് ആരാധിക്കുന്നവർ പോലും അകത്തളങ്ങളിലെ ബുദ്ധിമുട്ട് അറിയുന്നില്ല. പക്ഷെ സ്വർഗം അറിഞ്ഞുകൊണ്ട്, പരിശുദ്ധാത്മാവ് അറിഞ്ഞുകൊണ്ട് ഇന്ന് ദൂത് വെളിപ്പെടുത്തുക. അത് പൂർണ്ണമായും മാറും, അത് പൂർണ്ണമായി തീർത്ത് ദൈവം തരും. ക്രിസ്തുയേശുവിൽ അത് വഴിയുണ്ട്, ദൈവത്തിൻ്റെ കരത്തിൽ വഴിയുണ്ട്. അപ്രകാരം തന്നെ കർത്താവിനെ വിശ്വസിക്കട്ടെ, അപ്രകാരം തന്നെ ദൂതേറ്റെടുക്കട്ടെ. ഇത് മാറും, ഇത് പൂർണ്ണമായും മാറും. കർത്താവിനാൽ ഇത് സംഭവിക്കുമെന്ന് വിശ്വസിക്കട്ടെ. ദൈവം അങ്ങനെ ചെയ്തു തരും. അങ്ങനെ കർത്താവ് വിടുതൽ കൽപ്പിക്കാൻ പോകും. കർത്താവ് സഹായിക്കും. പ്രാർത്ഥിക്കട്ടെ. സ്നേഹവന ദൈവമേ, സ്വർഗീയപിതാവേ, ഇന്ന് കേൾപ്പിച്ച ഞങ്ങളുടെ ശബ്ദത്തിനായി സ്തോത്രം. ദൈവത്തിൻ്റെ വിലയേറിയ ആലോചനയ്ക്കായി സ്തോത്രം. ജനത്തെ സഹായിക്കണം കർത്താവേ. ഇതെങ്ങനെ തീരും? ഇതെപ്പോൾ മാറും? ഈ പ്രയാസം, ഈ ബുദ്ധിമുട്ട്, അങ്ങനെ ഒത്തിരി ആകുലതൽ കൂടെ കടന്നു പോകുന്ന ജീവിതങ്ങളുണ്ട്. അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഇന്നത്തെ ദൂത് ചലിക്കട്ടെ. പരിശുദ്ധാത്മാവിൻ്റെ ശബ്ദം വിടുതലായി തീരട്ടെ. പ്രത്യാശ വർദ്ധിക്കട്ടെ. ഈ ദിവസങ്ങൾ കർത്താവേ, സംവത്സരം കൊണ്ട് തീരേണ്ടതൊക്കെ ദൈവമേ, അങ്ങൊരു വാതിൽ തുറന്ന, അങ്ങൊരു വഴി തുറന്ന, അങ്ങൊരു അത്ഭുതം ചെയ്ത ഇന്ന് കർത്താവേ, അതിനെ സമാപ്തി വരുത്തുക, പൂർണ്ണമായി തുടച്ചു മാറ്റുക. ദൈവത്തിൻ്റെ കരത്തിൽ പദ്ധതിയുണ്ടല്ലോ യേശുവേ. ദൈവം അങ്ങനെ ചെയ്യണം. ജനത്തെ സഹായിക്കണം. വചനം കേൾക്കുന്ന ദൈവമക്കളെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുക. അനുഗ്രഹമായി തീരട്ടെ. കർത്താവ് അങ്ങനെ തൊടുന്നതിനായി, വിടുതൽ കൽപ്പിക്കുന്നതിനായി സ്തോത്രം. പ്രാർത്ഥന കേട്ടതിന് നന്ദി. യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ.